അച്ഛനില്ലേ? എന്റെ കുഞ്ഞിരാമേട്ട എന്തിനിങ്ങോട്ട് വന്നത്? മാമംഗലത്തെ ഗംഗാധരമന്റെ കാര്യസ്ഥൻ ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞാൽ അത് മതി വെട്ടി നുറുക്കി പാടത്തിടാൻ. മേനോൻ അദ്ദേഹം തന്നെ എന്നെ ഇങ്ങോട്ട് അയച്ചത്. അച്ഛനും ഇളയച്ചന്മാർക്ക് ഈ എഴുത്തൊന്ന് കൊടുക്കാൻ. എഴുത്തൊക്കെ ഞാൻ കൊടുത്തോളാം, ചേട്ടൻ പൊക്കോ. ആരോട് ചോദിച്ചിട്ടാ ഈ എഴുത്തും കൊണ്ടുവന്ന നായന്റെ മോനെ നീ പറഞ്ഞു വിട്ടത്? ഈ മുറ്റത്ത് കാലുകുത്തി അവന്റെ കയ്യും കാലും വെട്ടി തോട്ടിലെറിയേണ്ടതായിരുന്നില്ലടാ ഭാരപ്പെട്ടി. അതിനവൻ കരുതിയോ ഇത് അവിടെ നിന്നുള്ള എഴുത്തായിരിക്കുമെന്ന്? പിന്നെ ഇവൻ എന്താ കരുതിയത്? വല്ല പെമ്പിള്ളേരാണെന്നോ? മതി അതിനെ ചീത്ത വിളിച്ചത്. ഭാരചേച്ചി ഇവനെ അകത്തേക്കൊണ്ടേക്കുള്ളൂ. ഇതങ്ങ് വലിച്ചേറി കളഞ്ഞ് നിങ്ങൾ പോയി കുളിക്കാൻ നോക്ക്. ഇതങ്ങനെ വലിച്ചീറി കളയേണ്ട കത്തല്ല. അവനെവിടെ നന്ദകുമാർ? എഴുന്നേറ്റില്ലേ ഇതുവരെ? പനിച്ചുതുള്ളി കിടക്കായിരുന്നു ഇതുവരെ. ഇപ്പൊ ഇത് എഴുന്നേറ്റിരുന്ന് ആവി കൊള്ളുന്നുണ്ട്. നന്ദു, നിന്നെ ഇത് ഏട്ടന്മാര് വിളിക്കുന്നു. നീ ഒന്നങ്ങോട്ട് ചെന്നേ. ഏതാണ്ട് വലിയ പ്രശ്നാ. മാമംഗലത്തെ ഗംഗാധരമേനോൻ ഇങ്ങോട്ട് എഴുത്തും കൊടുത്ത ആളെ വിട്ടിരിക്കുന്നു. എഴുത്തോ? എന്തെടുത്ത്? ആ, നീ തന്നെ അങ്ങോട്ട് ഞാൻ ചോദിക്കേ. എന്താ വല്ലേട്ടാ? എന്താ എഴുത്തില്? നമ്മളുമായിട്ടുള്ള വഴക്ക് തീർക്കാൻ അയാൾക്ക് ആഗ്രഹമുണ്ടെന്ന്, അതിനയാൾ ഇങ്ങോട്ട് വരാനും തയ്യാറാണെന്ന്. ഇതിലിപ്പോ അത്ഭുതപ്പെടാനൊന്നുമില്ല. അയാളും മാധവൻകുട്ടിയും തമ്മിൽ തെറ്റി. അവനെ തോൽപ്പിക്കാൻ അയാൾക്ക് ഇപ്പൊ നമ്മുടെ സഹായം വേണം. അതെന്നെ കാരണം. ആ എഴുത്തിന് എന്ത് മറുപടി കൊടുക്കണമെന്ന് അറിയാനാണ് നിന്നെ വിളിപ്പിച്ചത്. ഞാനിപ്പോ എന്ത് പറയാനാ? അതൊക്കെ വല്യേട്ടനും ദേവേട്ടനും കൂടെ അങ്ങ് തീരുമാനിച്ച പോരെ. എന്നാൽ ഈ സമയത്ത് സഹായിക്കാൻ പോരുതെന്ന ഞങ്ങളുടെ അഭിപ്രായം. അതെ, നമുക്ക് അയാൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ മുഴുവൻ കണക്കും തീർക്കാം. ചോദിക്കാൻ ഇനി മാധവൻകുട്ടി വരില്ല. അവിടെയാണ് കുഴപ്പം. ഈ അവസരത്തിൽ നമ്മൾ കണക്ക് തീർക്കാൻ ശ്രമിച്ചാൽ അത് മതി അവര് തമ്മിലുള്ള വഴക്ക് തീരാൻ. അമ്മാവന് വേണ്ടി പകരം ചോദിക്കാൻ ഈ മുറ്റത്ത് ആദ്യം ചവിട്ടുന്ന കാൽ മാധവൻകുട്ടിയുടേതുമായിരിക്കും. അതിന് നമ്മൾ വഴി ഉണ്ടാക്കണം. അങ്ങനെ ഇനി ഉണ്ടാവാൻ പാടില്ല. മാധവൻകുട്ടി അമ്മാവനും ഒരിക്കലും ഒന്നിക്കാൻ പാടില്ല. അവര് തമ്മിൽ ഒന്നാവാതിരിക്കണമെങ്കിൽ, അവര് തമ്മിലുള്ള വഴക്ക് തീരാതിരിക്കണമെങ്കിൽ ഗംഗാധര മേനോന്റെ കൂടെ നമ്മൾ ഉണ്ടായിരിക്കണം. അത് സഹായിക്കാനല്ല, അവരെ രണ്ടിനെ ഒറ്റയടിക്കില്ലാണ്ടാക്കാൻ. ഇനി നിങ്ങൾ തീരുമാനിക്കണം. അയാൾക്ക് വേണ്ടി നമ്മുടെ പടിവാതിൽ തുറന്നിടണോ വേണ്ടയോ? തുറന്ന് മലർത്തിയിടാ ദേവരാജ പടിവാതില്. മേനോൻ ചേട്ടൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. മാധവൻകുട്ടിയിൽ നിന്നാണെങ്കിലും ശരി, അവന്റെ അച്ഛനിൽ നിന്നാണെങ്കിലും ശരി, മേനോൻ ചേട്ടൻ രക്ഷിക്കാൻ ഇനി ഞങ്ങളുണ്ട്. രണ്ടാളെയും ഞങ്ങൾക്ക് വിട്ടേക്കുക. അവരെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. പോരെ? മതി. ഇതിന് പകരം ഞാൻ എന്താ അങ്ങനെ ചെയ്യേണ്ടത്? പറഞ്ഞോളൂ. എന്റെ എല്ലാ ബിസിനസ്സിലും പങ്കാളികളാക്കണമെന്ന് പറഞ്ഞാലും അതിനും ഞാൻ തയ്യാറാണ്. ഞാനൊന്ന് പറഞ്ഞ മേനോൻ ചേട്ടന് വിഷമം തോന്നരുത്. ഏട്ടന്മാര് നിൽക്കുമ്പോ ഞാൻ കയറി പറയുന്നു എന്ന് വിചാരിക്കുകയും വരുത്. മേനോൻ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. ഞങ്ങൾക്കൊന്നും ചെയ്യേണ്ട, ഒരു പ്രത്യുപകാരവും വേണ്ട. അതൊന്നുമില്ലാണ്ട് മേനോൻ ചേട്ടനെ സഹായിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. എന്താ, അങ്ങനെയല്ലേ? അതെ അതെ. അതുകൊണ്ടല്ല നന്ദകുമാറെ, ഒരു സഹായം ഇങ്ങോട്ട് ചെയ്യുമ്പോ അതുപോലെ അങ്ങോട്ടും ഉണ്ടാവണ്ടേ? ഉണ്ടാവണം. അത് മേനോൻ ചേട്ടനെ ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയാം. കുമാരേ, ഒന്നും വേണ്ട, ആവശ്യം വരുമ്പോ ഞങ്ങൾ ചോദിച്ചോളാം. എങ്കിൽ ഇനി ഞാനൊന്നും പറയണില്ല. എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ. നീ എന്തിനാ നന്ദകുമാരെ അങ്ങനെ പറഞ്ഞത്? അയാൾ എന്ത് വേണമെങ്കിൽ ചെയ്യാൻ തയ്യാറായി വന്നതാ. അതൊന്നും വേണ്ട, നമ്മൾ വെറുതെ അങ്ങ് സഹായിച്ചോളാം എന്ന് പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന? അയാളെ സഹായിക്കാമെന്ന് നമ്മൾ തീരുമാനിച്ചു. അയാളുടെ കയ്യിൽ നിന്നും മേടിക്കേണ്ടെന്ന് നമ്മൾ തീരുമാനിച്ചില്ലല്ലോ. അങ്ങനെ അയാൾ വെച്ച് നീട്ടുന്ന എന്തെങ്കിലും കിട്ടിയാൽ മതിയോ ദേവേട്ട നമുക്ക്? അയാളുടെ ബിസിനസ്സിൽ വെറും പങ്കാളികളാകാനാണോ നമ്മൾ ഇത്രയും കാലം പാടുപെട്ടത്? നമുക്ക് അവകാശപ്പെട്ടത് അയാളുടെ മുഴുവൻ സ്വത്തുമാണ്. ആ സ്വത്തിൽ പാതിയെങ്കിലും നമുക്ക് കിട്ടണം. പാതി സ്വത്തും? അതെ, പാതി സ്വത്തിന് അവകാശി അയാളുടെ മകളല്ലേ. അവളെ നമുക്ക് വേണമെന്ന് പറയണം. ഇവൻ എന്തൊക്കെയാണ് ദേവരാജ ഈ പറയണത്? അവളെ നമുക്കെന്തിനാ? അയ്യേ, നിങ്ങൾക്കല്ല, അവന്. അവൻ അവളെ കല്യാണം കഴിക്കണം എന്നായി പറയണത്. ശരിയാണല്ലോ. ഗൗരിയെ നമുക്ക് നന്ദകുമാറിന് വേണ്ടി ആലോചിച്ചാൽ എന്താ? ആലോചിക്കാം. പക്ഷേ നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് അവർക്ക് നല്ലപോലെ അറിയാവുന്നത് കൊണ്ട് അവരതിന് സമ്മതിക്കണമെന്നില്ല. നമുക്ക് സമ്മതിപ്പിക്കാമല്ലേ ഏട്ടാ?
അതിനുള്ള സമയം വരുമ്പോ. അതല്ലേ സഹായം ആവശ്യമുള്ളപ്പോ ഞാൻ ചോദിച്ചോളാന്ന് പറഞ്ഞത്. ശരിയാ, നന്ദു അവളെ കെട്ടുകയാണെങ്കിൽ അത് മാധവൻകുട്ടിക്ക് കൂടി ഒരു അടിയായിരിക്കും. ഹേ, ഇതൊന്നും മാധവൻകുട്ടിക്ക് ഒരു അടിയായിരിക്കില്ല. അവൾ നഷ്ടപ്പെടുന്നത് കൊണ്ട് അയാൾ ഒരിക്കലും ദുഃഖിക്കുകയില്ല. മാധവൻകുട്ടി ദുഃഖിക്കണമെങ്കിൽ, അവന്റെ കണ്ണീര് പൊടിയണമെങ്കിൽ അവൻ അവരെ നഷ്ടപ്പെടണം, അവന്റെ പെങ്ങന്മാരെ. ആ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ മാധവൻകുട്ടിക്ക് വേദനിക്കൂ. ക്ലാസ് കഴിഞ്ഞെങ്കിൽ സീത ചേച്ചിയെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന. സീതയോ? ക്ലാസ് കഴിഞ്ഞ് പോയല്ലോ. പോയോ? എപ്പോ? 1 മണിക്കൂറെങ്കിലും ആയി കാണും. എന്നിട്ട് ബസ് സ്റ്റോപ്പിൽ കണ്ടില്ലല്ലോ. ബസ് കയറി പോയിട്ടുണ്ടാവും. വീട്ടിൽ പോയി നോക്ക്. വാ. അമ്മേ, സീത ചേച്ചി എന്ത് പണിയാ കാണിച്ചത്? ഇന്ന് ക്ലാസ് നേരത്തെ കഴിയുന്ന വിവരം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചെന്ന് കൂട്ടിക്കൊണ്ടുവരുമായിരുന്നില്ലേ? ഇന്ന് തനിച്ചു വന്നതങ്ങാ മാധവേട്ടൻ അറിഞ്ഞാ പിന്നെ എന്നെ വെച്ചേക്കോ? നീ എന്തുവാടാ ചെറുക്കാ കടന്ന് പിച്ചും പേയും പറയുന്നത്? ആര് തനിച്ചു വന്നെന്നാ? സീത ചേച്ചി. സീതയോ? അപ്പൊ സീത ചേച്ചി ഇങ്ങോട്ട് വന്നിട്ടില്ലേ? അതെങ്ങനെയാ കുട്ടിയെ? നിങ്ങളുടെ കൂടെ അല്ലയോ നിത്യവും സീത വരണത്? അയ്യോ, പിന്നെ സീത ചേച്ചി ഇങ്ങോട്ട് പോയി. മാധവൻകുട്ടിയേട്ടാ, മാധവൻകുട്ടിയേട്ടാ, നമ്മുടെ സീത ചേച്ചിയെ കാണാനില്ല. എന്താ? ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് പ്രൊഫസറുടെ വീട്ടിൽ നിന്ന് പോന്നു കളഞ്ഞു. ബസ് സ്റ്റോപ്പിൽ ചെന്നപ്പോ അവിടെയും കണ്ടില്ല. ഇതുവരെ വീട്ടിലും എത്തിയിട്ടില്ല. എടാ, നിന്നോടൊക്കെ ഞാൻ 1000 വട്ടം പറഞ്ഞിട്ടില്ല എപ്പോഴും അവരുടെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന്. എന്താ വന്നില്ല അവളിതുവരെ? ഇല്ല മാധവേട്ട, ഇതുവരെ വന്നിട്ടില്ല. അതിന്റെ കൂട്ടുകാരികളുടെ വീട്ടിലൊക്കെ ഒന്ന് നോക്കായിരുന്നു. അല്ലാണ്ട് ആ കുഞ്ഞ് എവിടെ പോവാനാ? അതെ, അത്രേ ഉള്ളൂ. കൂട്ടുകാരുടെ വീട്ടിൽ പോയിരിക്കാനേ വഴിയുള്ളൂ. നിങ്ങൾ വഴിയിൽ ഇറങ്ങി ഇങ്ങനെ കരയാണ്ട് അകത്തേക്ക് കയറിപ്പോയെ. ഭാർഗവമേ, കുട്ടികളെ കൊണ്ട് അകത്തേക്ക് ചെല്ലും. ഞാൻ എന്താ വരുന്നു. സാർ, ഞാൻ സീതാലക്ഷ്മിയുടെ ഏട്ടൻ മാധവൻകുട്ടിയാണ്. സീതാലക്ഷ്മി എത്ര മണിക്കാണ് ഇവിടെ നിന്ന് പുറപ്പെട്ടത്? ഒരു 3:30 മണിയായി കാണും. എന്താ ഇതുവരെ വന്നില്ലേ? ഇല്ല, ഇതുവരെ അങ്ങനെ വൈകാറില്ല. ഏതെങ്കിലും കൂട്ടുകാരികളുടെ വീട്ടിൽ പോയതായിരിക്കും, അല്ലാതെ വേറെ ഒന്നും ആകാൻ വഴിയില്ല. ഞാൻ മറ്റേ എന്താ മാധവൻകുട്ടി ഇത്? കൊച്ചുകുട്ടികളെ പോലെ. അവളെ എവിടെ പോവാനാ? അവൾ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ തന്നെ ഉണ്ടാവും. മാധവൻകുട്ടി പെട്ടെന്നൊരു കംപ്ലൈന്റ് എഴുതി വന്നേ. നേരം വിളിക്കുന്നതിന് മുമ്പ് അവൾ എവിടെ ഉണ്ടെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാവുന്നേ. ഞാനല്ലേ പറയുന്നത്? എനിക്ക് വയ്യ, എനിക്കൊന്നിനും വയ്യ. എന്നെ കൊണ്ട് ഇനി ഒന്നിനും പറ്റില്ല. മാധവൻകുട്ടിയേട്ടാ, മാധവൻകുട്ടിയേട്ടാ, സീത ചേച്ചി വന്നു. അവിടെ വീട്ടിലുണ്ട്. ഇപ്പൊ ഞാൻ കണ്ടിട്ടാ വരുന്നത്. മോനെ മാധവൻകുട്ടി, ഇപ്പൊ ഒന്നും ചോദിക്കണ്ട. അതിനെ വഴക്കും പറയണ്ട. പാവം പേടിച്ച് വിറച്ചിരുന്ന് കരയുക. ഒന്നും ചേച്ചിയുടെ കുറ്റമല്ല മാധവേട്ട, ഒരു ആക്സിഡന്റ് ഉണ്ടായതാ. ആക്സിഡന്റ്? ബസ് സ്റ്റോപ്പിൽ ഞങ്ങളെയും കാത്തു നിൽക്കുമ്പോ ഒരു ജീപ്പ് വന്ന് ഇടിക്കാൻ പോയി. അത് കണ്ട് പേടിച്ച് പിറകോട്ട് ചാടിയതാ. കാല് തെറ്റി ചളിത്തോട്ടി വീണു. എന്നിട്ട് അവിടുന്ന് ഒരു കൂട്ടുകാരി കണ്ട് കൂട്ടിക്കൊണ്ടു പോയി. അവരുടെ വീട്ടിൽ നിന്ന് കുളിച്ച് വസ്ത്രങ്ങളൊക്കെ കഴുകി ഉണക്കിയിട്ടാ ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇത്തിരി നേരം കൊണ്ട് ഈ ഏട്ടനെ നീ തീ തീറ്റിച്ചു കളഞ്ഞല്ലോ എന്റെ പൊന്നുമോളെ. ഇല്ല, ഇല്ലടാ, ഏട്ടൻ മഴക്കൊന്നും പറയില്ല. എന്റെ മോക്കൊന്നും ഉണ്ടായില്ലല്ലോ,
അത് മതി ഏട്ടൻ. ആ കരയല്ലേ, ഏട്ടൻ വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ, പിന്നെ എന്തിനാ കരയുന്നേ? എനിക്കുന്നുണ്ടല്ലോ, തീ പോലെ കൊള്ളുന്നു. സത്യപാല, ഓ നീ പോയി ഒരു കാർ വിളിച്ചിട്ടുണ്ടോ? സീതയ്ക്ക് നല്ല പനിയുണ്ട്, അവളെ ഒന്ന് ഡോക്ടറെ കാണിക്കാം. വേണ്ട വേണ്ട, എനിക്ക് ഡോക്ടറെ അടുത്തൊന്നും പോകണ്ട. എനിക്ക് ഡോക്ടറെ അടുത്തൊന്നും പോകണ്ട മാധവേട്ട. എനിക്ക് ഏട്ടന്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നാ മതി. എന്റെ ഏട്ടൻ ഇനി എപ്പോഴും എന്റെ അടുത്ത് ഉണ്ടായിരുന്നാ മതി. ഒന്നുമില്ലടാ, ഉണ്ടായിരുന്നാ മതി. ഒന്നുമില്ല. അവരൊക്കെ കരയുന്ന കണ്ടില്ലേ? ഒന്നുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ലടാ, ഒന്നുമില്ല.